അപ്പോൾ ഇവിടെ കിട്ടിയ വിഷയം എന്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ കോളേജിൽ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തോ കുറച്ച് ഡിസൈനിങ് ഒക്കെ പഠിച്ചോ, പോസ്റ്റർ ഡിസൈനിങ് പഠിച്ചോ. കാരണം കോളേജിൽ എപ്പോഴും നോട്ടീസിലേക്ക് പോസ്റ്റർ ഞാൻ കൈ കൊണ്ട് എഴുതലാണ്. ക്ലാസ്സിൽ കളറും വെച്ചുകൊണ്ട് കൈ കൊണ്ട് പോസ്റ്റർ എഴുതിങ്ങാണ്ട് എന്ത് ചെയ്യുക നോട്ടീസിലിടൽ. അപ്പോൾ എല്ലാവരും പറയും, കാരണം അവിടെ പ്രിൻ്റർ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് എന്തോ കമ്പ്യൂട്ടറിൽ ഇരിക്കാൻ തീരെ താല്പര്യക്കുറവായിരുന്നു. ഞാൻ തീരെ ഇരുന്നില്ല. കോളേജിൽ നിന്ന് 8 കൊല്ലം പഠിച്ചു, അതിലൊരു കൊല്ലം പോലും ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ നല്ലപോലെ ഇരുന്നില്ല. മൊത്തം കൈ കൊണ്ട് എഴുതിങ്ങാണ്ട പോസ്റ്റർ ഔട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ 2 വർഷം ഞാൻ ചിത്രം വരയ്ക്കാന്നുള്ള സ്കിൽ തന്നെ പഠിച്ചു. 2 വർഷം പഠിച്ചു. പക്ഷേ ഈ 2 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പിലുള്ള സാധ്യതകളിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എല്ലാം ഡിജിറ്റലായി. ഡിസൈനിങ് എന്നുള്ളതല്ല, ആർട്ട് എന്നുള്ളത് തന്നെ എന്തായി ഡിജിറ്റലായി. ഡിജിറ്റൽ ആർട്ടിന് എന്ത് ചെയ്തു, വാല്യൂ കൂടി. അതിനൊരുപാട് ഏൺ ചെയ്യാൻ കഴിയുന്ന ഫെസിലിറ്റീസ് കാര്യങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഒരു എന്താ പറയുക റോൾ മോഡൽ പോലെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മളെ കഗറാട്ടിൻ്റെ കരീം ഗ്രഫി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൂപ്പരെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പം കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടൊക്കെ സ്ട്രോക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഡിജിറ്റലി എന്തുണ്ട്, നല്ല ഒരുപാട് വർക്കുകളുണ്ട് മൂപ്പരെ ഇൻസ്റ്റ പോസ്റ്റിലൊക്കെ. നല്ല വർക്കുകൾ, ഒരുപാട് നല്ല ഇൻസ്പയർ ആവുന്ന വർക്കുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കും തോന്നി എന്താവണം, നമ്മൾ ആർട്ട് എന്നുള്ളതൊന്ന് ഡിജിറ്റലൈസ് ചെയ്യണം, ഡിജിറ്റലിലേക്ക് മാറണം. അങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ് എന്താണെന്നൊക്കെ ഒന്നിങ്ങനെ ചെക്ക് ചെയ്യാനും അന്വേഷിക്കാനൊക്കെ തുടങ്ങി. പിന്നെ മുമ്പേ അറിയുന്നതാണ് 360, കഗറാട്ടിനെ പരിചയപ്പെട്ടത് മുതലേ അറിയുന്നതാണ് 360. അങ്ങനെ വന്നു. അപ്പം ഒരു ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുക എന്നുള്ളതിൻ്റെ അവിടെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസൈനിങ്ങിൽ അല്ലേ എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി വരും. ഡിസൈനിങ് എന്നുള്ളത് എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി വരും. പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ലെജൻഡർ ഡിസൈനർ ആവാൻ കഴിയും. ലെജൻഡറായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയും. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെന്നുള്ളത് നോക്കി കാണാനും, കളർ കോമ്പിനേഷൻ ആയാലും ബാലൻസിങ് ആയാലും ഒരു ആർട്ടിസ്റ്റിൻ്റെ കണ്ണിൽ കൂടെ അത് കാണുമ്പം വേറെ തന്നെ ആയിട്ടാണ് എന്ത് ചെയ്യുക ആ ഡിസൈൻ മാറുക. അത് ജസ്റ്റ് ഒരു പോസ്റ്റർ ഡിസൈനിങ് അല്ല, ടോട്ടലി ലോഗോ ആയാലും എന്തായാലും അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തുണ്ടാകും, അതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. കാരണം കളർ ബാലൻസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനും അലൈൻമെൻറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യാനായാലും അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായാലും നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് അവിടെ ആർട്ടിസ്റ്റ് ആകുമ്പോൾ. ഏണിങ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പം ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാനാണ്, ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് പറയാനുള്ളൂ. അത് പറഞ്ഞാൽ തന്നെ എന്താകും, നമുക്ക് ഈ സംഭവം എന്ത് ചെയ്യുക, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക. ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് കംസ് ടു യു, ജസ്റ്റ് ഷോക്കേസ് യുവർ സ്കിൽ. അത് ഏത് ഇതിലായാലും എന്തെന്നാണ് അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഡിജിറ്റലി ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലാതെ ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ വർക്ക് ആരൊക്കെ ചെയ്യുകയാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരും. പക്ഷെ എന്ത് ചെയ്യണം, നമ്മളുടെ സ്കില്ല് എന്ത് ചെയ്യണം, ഷോക്കേസ് ചെയ്യണം. കാലിഗ്രഫിയിലൊക്കെ ലോഗോ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് കാണുന്ന സമയത്ത് അത് വരച്ചിട്ട് നമ്മൾ തന്നെ പലപ്പോഴായിട്ടും വരുന്ന ഒരു വെല്ലുവിളിയാണ്. കാലിഗ്രഫി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലസ്ട്രേറ്ററിലേക്ക് ഇടാനും അതാക്കാനും കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വേറെ പുറത്തുള്ള കാലിഗ്രഫറെ കൊണ്ട് ചെയ്യിപ്പിക്കലേ. ജുനൈദ് എന്ന് പറഞ്ഞിട്ടുള്ള അറിയാം ജുനൈദ് ഗ്രഫി ഞങ്ങൾ ആ സാധനം കൂടെ വാങ്ങും, പേപ്പറിൽ വെച്ചത്. എന്നിട്ട് അത് ചെയ്യാതെ എന്ത് ചെയ്യും, ഇല്ലസ്ട്രേറ്ററിൽ. ജുനൈദ് ഷാ ആണോ? ജുനൈദ് ഷാ ആലത്തൂർ പഠിക്കണ്ടതിനെ നമ്മൾ പരിചയക്കാരനാ. അതെ ക്യൂബിക് ഫോണ്ട് ലോൺ എഴുതുന്ന പരിചയക്കാരൻ തന്നെ. സാധ്യതകൾ ഒരുപാടുണ്ട്.